ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അഭിജിത്ത്. ചോദ്യം എന്ന് പറഞ്ഞാല് ഇപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ എത്തുന്നതിന് മുന്നേ അവർ വാഗ്ദാനം കൊടുത്തില്ല പറഞ്ഞാൽ KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെപ്പോലെയുള്ള സാധാരണ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് എത്രത്തോളം സാമ്പത്തികമായിട്ട് ബാധിക്കുന്നു ചേട്ടൻ കരുതുന്നത്? ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ എങ്ങനെ സ്വീകരിക്കുന്ന വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഡീസലിൻ്റെ വിലയും ഈ വണ്ടിയുടെ സിറ്റുവേഷനും വെച്ചിട്ട് ഒന്നും ഇപ്പം തന്നെ കിട്ടില്ല. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഉണ്ടാവില്ല, അവർക്കൊന്നും ഉണ്ടാവില്ല. ഒന്നും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കെട്ടിപ്പൂട്ടാനുള്ള ഒരു അവസ്ഥയിലൊക്കെയാണ് പോകുന്നത്. അല്ല, ഇപ്പോൾ സ്ത്രീകൾ 70% സ്ത്രീകളും സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത്. സിറ്റുവേഷനിൽ 90% സ്ത്രീകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സൗജന്യ യാത്ര ഇവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെല്ലാം കൺവേർട്ടായിട്ട് KSRTCയിലേക്ക് മാറും. അപ്പോൾ അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടിവ് നിങ്ങൾക്ക് സംഭവിക്കില്ലേ? സംഭവിക്കും. ഇതിപ്പോൾ ഇത് വണ്ടി കൊണ്ട് കിടക്കുന്ന മുതലാളിമാർ പയ്യെ ഒതുക്കി ഈ പ്രസ്ഥാനം ഇല്ലാണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ പറഞ്ഞ KSRTCക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാവും? ഇത്രയും വരുമാനം, ഇത്രയും കോടി രൂപ കടത്തിൽ നിൽക്കുന്ന KSRTC ഇത്രയും പൈസ മുടക്കി പുതിയ വണ്ടികൾ എടുത്തിട്ട് ഫ്രീ ആയിട്ട് സ്ത്രീകളെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് വരുമാനം ഉണ്ടാവും? ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ബസ്സിൽ പോകുന്നത്. അങ്ങനെ സ്ത്രീകൾക്ക് ഫ്രീ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ വരുമാനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. പിന്നെ ഗവൺമെന്റ് കടത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. പയ്യ അവരായിട്ട് അത് തന്നെ നിർത്തേണ്ട അവസ്ഥ വരും. അപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾക്കും KSRTC ബസ് ഉടമകൾക്കും രണ്ട് രീതിയിലും സാമ്പത്തികമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. നല്ല രീതിക്ക് നിങ്ങൾ ഏതൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കയറി നോക്കിയോ, ഏതൊരു വണ്ടിയിലും കൂടുതൽ സ്ത്രീകളായിക്കോളൂ വണ്ടിയിരിക്കുന്നത്. ആ സ്ത്രീകൾക്ക് ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ യാത്രക്കാർ വേണ്ടേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം UDF ഗവൺമെൻറ് എടുക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് യാതൊരു വീക്ഷണവും കൂടാതെയാണോ? അതായത് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ സ്വകാര്യ ബസ് ഉടമകൾക്ക് സാമ്പത്തികമായിട്ട് ഇങ്ങനെ രീതിയിൽ ബാധിക്കാൻ സാധ്യതയില്ലേ, അല്ലെങ്കിൽ ഈ രീതിയിൽ ബാധിക്കാൻ വന്നിട്ട് ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയില്ലേ എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും ചേട്ടന് തോന്നുന്നുണ്ടോ? അവർ ചിന്തിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇപ്പോൾ ഇലക്ഷൻ ടൈമാണ്, അതിൻ്റെതായ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു പോയി. പക്ഷെ ഇത് നടപ്പിലാക്കാനായിട്ട് നടപടിയാവുന്ന ദിവസമാണ്. ആവില്ല, പെട്ടെന്നൊന്നും എന്തായാലും ഉണ്ടാവില്ല. ഇപ്പം KSRTCയുടെ മെഷീറ്റിൽ സ്ത്രീകളുടെയും പുരുഷന്മാരും ലിംഗം ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ബില്ലിൽ. ആ സംഭവം എത്രത്തോളം നടപ്പിലാവുന്ന അവർ ചിന്തിച്ചിട്ടുണ്ട. ഇത് ഒരു മെഷീൻ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഇത്ര അങ്ങോട്ട് മാറ്റി അടിക്കണം. ഈ സംഭവം ലിംഗം മാറ്റി അടിച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ ആ പേപ്പറിൻ്റെ ഒരു റോളിന് 10-12 രൂപ വരുന്നു. അതന്നെ മുതലാവണ്ടേ? ഒരു ദിവസം എത്ര റോള് വേണം? ഞങ്ങൾക്ക് തന്നെ വേണം 4 റോള് ഈ ലോക്കൽ വണ്ടി. പിന്നെ എറണാകുളം ടു ഗുരുവായൂർ പോണ വണ്ടികൾക്കാണെങ്കിൽ ഫ്രീ എന്ന് പറയുമ്പോൾ 100 രൂപ 150 രൂപ ബസ് ഫെയർ പറഞ്ഞെടുത്ത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ എങ്ങനെ നടക്കും? അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള ഒരു മണ്ടത്തരം തീരുമാനമാണെന്ന് തോന്നുന്നുണ്ട്. മണ്ടത്തരമല്ല, അവർ നടപ്പിലാക്കണം നല്ല കാര്യം. ഭയങ്കര രീതിയിൽ ബാധിക്കും. കാരണം വർഷം ടെസ്റ്റ് ചെയ്യണം, ഇൻഷുറൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ വണ്ടിയുടെ മെയിൻ്റനൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. 2 വർഷം കൂടുമ്പോൾ ടാക്സ് വരുന്നുണ്ട്. ഇതൊക്കെ മുതലാളിമാരാണ്. ഇതിനിപ്പോൾ അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ, അവരായിട്ട് സംസാരിച്ച് അവരായിട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ലാണ്ട് ഇതിനെതിരെ എന്തെങ്കിലും സമരമോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾ കുറവാണ്. ഇപ്പം തന്നെ യാത്രക്കാർ നിലവിൽ വണ്ടികളിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് തന്നെ വളരെ ചുരുക്കത്തിൽ യാത്ര ചെയ്യുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ ഗവൺമെന്റ് എടുത്ത തീരുമാനമല്ല. ഇതിലിപ്പോൾ നമുക്ക് വേറെ പറയാൻ വേറെ ഒന്നുമില്ല. ഒരു 80% സ്ത്രീകളായിരിക്കും പ്രൈവറ്റ് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവരത് മാറി KSRTC മാറിക്കഴിയുമ്പോൾ അത് നമ്മുടെ കളക്ഷനും ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. അതേപോലെ തന്നെ ടെസ്റ്റൊക്കെ വർഷം നടത്തേണ്ടതാണ്. അപ്പോൾ അതിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്ന് വെച്ചിട്ട് എന്താ പറയുക, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് എടുത്ത തീരുമാനമല്ലേ, നമുക്കിപ്പോൾ വേറെ അധികം പറയാനില്ല. ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ്. പക്ഷെ ഒരു തെറ്റായ ഒരാൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ മറുവശത്ത് 2-3 ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവരുടെ അവരെ ഗവൺമെന്റ് ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഗവൺമെന്റ് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അല്ലെങ്കിൽ ഇത് കാണുന്ന ഗവൺമെന്റിനോട് എന്താ പറയാനുള്ളത്? എന്ത് പറയാനായിട്ട് നമ്മ എന്ത് പറഞ്ഞാൽ ലാസ്റ്റ് ട്രോളാവും. അല്ല ലാസ്റ്റ് ഞാൻ നാളെ ട്രോളിൽ തിളങ്ങിക്കേണ്ടി വരും. അല്ല, ട്രോളിൽ സീരിയസ് ആയിട്ട് ശരിയാണ്. അത് ഗവൺമെന്റ് തീരുമാനം നമുക്കൊന്നും ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. എന്തെന്ന് പറയാനും നമ്മൾ പറഞ്ഞാൽ അവർ മാറ്റി
തിരുത്തി ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ചേട്ടൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ ആളാണ്. അത് സാധാരണ ഇങ്ങനെ വരുമാന മാർഗം ചേട്ടൻ്റെ ഈ സ്വകാര്യ ബസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിനോട് അല്ലാണ്ട് വേറെ ആരോടത് പറയേണ്ടത്? ചേട്ടൻ ഇവിടെ ടാക്സ് കൊടുക്കുന്നുണ്ട്, നികുതി അടക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടന് പറയാനുള്ള പൂർണ്ണ അവകാശം ചേട്ടനുണ്ട്. ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ ഇപ്പൊ ചെറിയ യാത്ര ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ കുറെ പേര് ഇപ്പൊ വണ്ടികളിൽ പരമാവധി കളക്ഷൻ കുറവാണ്, പ്രൈവറ്റ് ബസ്സിൽ പരമാവധി കളക്ഷൻ കുറവാണ്. ഇപ്പൊ ഈ കൂടുതൽ ഇപ്പൊ ഇങ്ങനെ സ്ത്രീകൾക്ക് KSRTC ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും അങ്ങനെ പോവുള്ളൂ. അപ്പോഴും നമ്മുടെ വരുമാനം നേരെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ശരിക്കും നഷ്ടം തന്നെയാണത്. കാരണം സൗജന്യമായി കൊണ്ടുപോകുമ്പോൾ പിന്നെ കാശ് കൊടുത്ത് ആരും പോകാൻ നിൽക്കില്ലല്ലോ. ഇത് ഇപ്പം സൗജന്യമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുപോകണം നല്ല കാര്യമാണ്. ഇത് പൊതുവെ എൻ്റെ ബസ്സിലെ ഫീൽഡ് ഒഴിച്ചിട്ട് എൻ്റെ ജോലിയുടെ ഫീൽഡ് ഒഴിച്ച് മറ്റൊന്ന് പറയണമെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ സൗജന്യമായി യാത്ര ചെയ്യാന്ന് വെച്ചാൽ നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ ഫീൽഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മോശമാണ്. കാരണം എൻ്റെ ബസ്സിൽ കയറുന്ന ആൾക്കാർ അടുത്ത KSRTC വരുമ്പോൾ അതിൽ കയറി പോയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം തന്നെയാണ്. പക്ഷെ ഇത് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കർണാടകയിലൊക്കെ വെച്ചാൽ കൂടുതലും KSRTC ബസ്സുകളാണ് അവിടുത്തെ, ഗവൺമെൻറ് വണ്ടികളാണ്. പ്രൈവറ്റ് വണ്ടികൾ കുറവാണ്. തമിഴ്നാട്, കർണാടക, മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ പ്രൈവറ്റ് വണ്ടികൾ കുറവാണ്. അവിടെ ഉള്ളത് കൂടുതലും ഗവൺമെൻറ് വണ്ടികളാണ്. അപ്പോൾ പിന്നെ ഇത് നമ്മൾ ചെല്ലിൽ മുക്കാഭാഗം പ്രൈവറ്റ് വണ്ടികളാണ് കേരളത്തിലുള്ളത്. KSRTC കുറവാണ്. അപ്പോൾ അത് നമുക്ക് ബാധിക്കും. നിങ്ങളെ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. വലിയ രീതിയിലല്ലെങ്കിലും സാമ്പത്തികമായിട്ട് ബാധിക്കും നമുക്ക്. ഇതിനെ മറുവശം ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, ഇത് ശരിക്കും പ്രായോഗികമായിട്ട് നടക്കാൻ സാധ്യതയുണ്ട്? അല്ലെങ്കിൽ നടക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് കാലാകാലം നടക്കുന്ന രീതിയിൽ ഇത് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടോ ചേട്ടൻ ചിന്തിക്കുകയാണെങ്കിൽ? എൻ്റെ ഇതിൽ മുന്നോട്ട് അധികം നാൾ പോകില്ല ഈ നിലയ്ക്ക്. കാരണം KSRTC തന്നെ നഷ്ടത്തിലാണ് ഓടുന്നത്. പിന്നെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ് അവർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ UDF ഗവൺമെൻറ്റിന് ഭാവിയെക്കുറിച്ചുള്ള യാതൊരു വീക്ഷണവും ഇല്ലാണ്ടാണ് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാം. കാരണം ഇവിടെ നമ്മുടെ നാട്ടിൽ ആകെ 2 വരുമാനമാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ലോട്ടറിയും ഒന്ന് മദ്യവും. വേറെ വ്യവസായങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. വ്യവസായങ്ങളുണ്ടെങ്കിലോ നമ്മുടെ നാട്ടിൽ സാമ്പത്തികം പിന്നെ കിട്ടുന്നത് നമ്മളീ കെട്ടിട നികുതികളാണ് ഉള്ളത്. അല്ല, ഇപ്പോൾ ഡീസലിനും പെട്രോളിനും ഒക്കെ വിലക്കയറ്റം ഉണ്ടാവാൻ പോവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാരണം പ്രൈവറ്റ് ബസ്സിൽ സഞ്ചരിക്കുന്നത് ഒരു 80% സ്ത്രീകളായിരിക്കും. അപ്പോൾ പലരുടെയും ഒരു ജോലി നഷ്ടപ്പെടുക വരെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ജോലി നഷ്ടപ്പെടുന്ന പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും സാമ്പത്തികമായിട്ട് ഇത് വരും. അത് വർഷം ടെസ്റ്റ് ചെയ്യണം, അതിൻ്റെ ചിലവുകളുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. അതിൻ്റേതായ രീതിയിൽ വരുമ്പോൾ ഇപ്പോൾ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വിലക്കയറ്റം, അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ആളുകൾ കയറില്ലാതെ വരികയും ചെയ്യുമ്പോൾ അത് ഭയങ്കര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അത് എല്ലാ വണ്ടിക്കും ഉണ്ടാവും. പ്രൈവറ്റ് വണ്ടി എല്ലാത്തിനും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് കാണുന്ന ഗവൺമെന്റിനോട് എന്താ പറയുള്ളത്, UDF ഗവൺമെന്റിനോട്? അവരോട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തത് നല്ല കാര്യമാണ്. കാരണം എൻ്റെ തൊഴിൽ ഫീൽഡ് ഒഴിച്ചിട്ട് ഞാൻ പറയുന്നത്. കാരണം നമ്മളെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് സൗജന്യം യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളാണ്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ് അവർ പറഞ്ഞ വാഗ്ദാനം എന്ന് പറയുന്നത്, KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര പറയുന്നുണ്ട്. അപ്പോൾ അത് സൗജന്യ യാത്ര പറയുന്ന സമയത്ത് നിങ്ങളെപ്പോലെയുള്ള സ്വകാര്യ ജീവനക്കാർക്ക് എത്രത്തോളം സാമ്പത്തികമായിട്ട് നഷ്ടം വരാൻ സാധ്യതയുണ്ട്? അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ഇടിവ് എത്രത്തോളം സാധ്യതയുണ്ട്? സാമ്പത്തിക ഇടിവെന്ന് പറയാനായിട്ടില്ല. നമ്മ സ്വകാര്യ ബസ് ആശ്രയിച്ച് പോകുന്ന ആൾക്കാർ സ്വകാര്യ ബസ്സിൽ കയറും, KSRTC ആശ്രയിച്ച് പോകുന്ന ആൾക്കാർ KSRTC കയറും. അല്ല, അപ്പോൾ ഇത് ഞാൻ കുറേ അധികം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത് പറഞ്ഞാൽ 70% അല്ലെങ്കിൽ 80% യാത്രക്കാർ സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ സ്വകാര്യ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇപ്പം അതേ സമയം തന്നെ KSRTCയിൽ സൗജന്യം പറയുമ്പോൾ അവർ പൂർണ്ണമായിട്ടും KSRTC എന്ന കൺവേർട്ട് ആവില്ല. അവർ ഓട്ടോമാറ്റിക് KSRTCയിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ സ്വകാര്യ വന്നിരുന്ന സ്ത്രീകളെല്ലാം KSRTCയിലേക്ക് മാറും. അത് നിങ്ങളെ സാമ്പത്തികമായിട്ട് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ബാധിക്കൂലെന്നല്ല, അതിപ്പോ നമ്മ എന്തും തുടങ്ങിക്കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ ബസ് ആശ്രയിച്ച് പോകുന്ന ആൾക്കാരെന്നും സ്വകാര്യ ബസ് ആശ്രയിച്ച് പോകും. ഇപ്പൊ ഈ സ്ത്രീകളായാലും എന്തായാലും അതല്ല, KSRTCയിൽ കയറുന്ന ആൾക്കാർ KSRTC കയറും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. KSRTCയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റൂല, എപ്പോ വേണമെങ്കിലും വഴിയിൽ വീഴാം.
ഇവിടുത്തെ KSRTC-യുടെ സിസ്റ്റം അറിയാൻ പറ്റൂല. ഇപ്പൊ സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ സ്വകാര്യ ബസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണ കാരണം അതിനെ ആശ്രയിച്ച് പോകുന്ന ആൾക്കാരായിരിക്കും. കറക്റ്റായിട്ട് ജോലിക്കായാലും ഇപ്പോൾ കോളേജിലായാലും ഇതിൽ പഠിക്കാനായിട്ട് പോണ പിള്ളേർക്കായാലും അതാണ് നമുക്ക് കൂടുതലും ഇത് തന്നെ. അപ്പോൾ അവർ കൂടുതലും സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാർ ഇതിനകത്ത് തന്നെ വരുമെന്നാണ് എൻ്റെ ഒരു ഇതങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ പാർട്ടി അനുഭാവി എന്തെങ്കിലും ആണോ? ഞാൻ പാർട്ടി അനുഭാവിയൊന്നുമല്ല. എൻ്റെ വീട്ടുകാരൊക്കെ UDF ആണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പാർട്ടിയിലായിട്ടെങ്കിലും എനിക്ക് സംസാരം കേട്ടിട്ട് UDF ചോയുള്ള ഒരാളുടെ സംസാരം പോലെ തോന്നുന്നു. അതില്ല, എൻ്റെ അപ്പൻ കറ തീർത്ത UDF കാരനാണ്. ആ രീതിയിൽ അപ്പൊ ഇത്ര നേരം സംസാരിച്ചത് ചേട്ടൻ മാത്രമാണ് ഈ രീതിയിലുള്ള വർത്തമാനം പറഞ്ഞു. ബാക്കിയുള്ള എല്ലാവരും സാമ്പത്തികമായിട്ട് ഭയങ്കര രീതിയിൽ ഇടി വരാൻ ചാൻസ് ഉണ്ട്. ഇത് നടക്കാൻ സാധ്യതയല്ല, അല്ലെങ്കിൽ ഏറിപ്പോയാൽ കുറച്ച് മാസങ്ങൾ നടക്കും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നടക്കാൻ സാധ്യത, അല്ലെങ്കിൽ തന്നെ KSRTC നഷ്ടത്തിലാണ്. ഇതിപ്പോ KSRTC-യുടെ ഇപ്പൊ ഇങ്ങനെ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ലോക്കൽ ഇതിന് മാത്രമേ ഒരിക്കലുള്ളൂ. ഓർഡിനറി അങ്ങനെ ആ ഒരു ഇതിനായിരിക്കുള്ളൂ ഇങ്ങനെ ഇത് വന്നത്. ദീർഘദൂര സർവീസിന് യാതൊരു കാരണവശാലും ചിലപ്പോൾ ഇത് വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ വരാന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും നല്ലൊരു നഷ്ടമായിരിക്കുള്ളൂ KSRTC-ക്ക്. ദീർഘദൂര സർവീസിൽ എന്തായാലും ഈ സൗജന്യം വരാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഡീസലിന് പെട്രോളിന് വില കൂടാൻ പോവാണ്. അതേപോലെ തന്നെ വർഷം ടെസ്റ്റ് ചെയ്യണം, ടാക്സ് അടയ്ക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം. അപ്പൊ ഇതൊക്കെ മുതലാളിമാർക്ക് അതൊക്കെ ഒന്ന് ബേഡൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവുമോ? അപ്പോൾ നിങ്ങളെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സാലറി തന്നെ അതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ പല വണ്ടികളും പൂട്ടിപ്പോവും അങ്ങനെ പറയാൻ പറ്റൂല. ഇപ്പൊ ഈ പുതിയ സർക്കാർ ഇപ്പൊ അധികാരത്തിന് കയറുന്നേ കൊണ്ട് ഇപ്പൊ നമുക്ക് ക്ഷേമനിധിയുടെ ഒരു ഇതുണ്ടായിരുന്നു. ക്ഷേമനിധി ഇപ്പൊ എന്തായാലും അത് ഒഴിവാക്കി എന്ന് പറയാൻ പറ്റൂല. ടാക്സ് അടക്കണേന് ഇപ്പൊ ക്ഷേമനിധിയുടെ ഇത് മാറ്റി തന്നിട്ടുണ്ട്. അതൊരു ഇപ്പൊ ഈ ബസ്സിന്റെ ഒരു ഇതിലായാലും വേറെ ടാക്സി പ്രസ്ഥാനങ്ങളിലായാലും നമുക്കതൊരു നല്ലൊരു കാര്യമാണ് അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമിതമായിട്ട് ഇത് പെൻഡിങ് ഉണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ചിലൊരു വണ്ടി അത് കാരണം കയറ്റിടേണ്ടി വന്നിട്ടുണ്ട്, ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റാണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെയാണ്. ഇപ്പം കയറ്റിടാൻ എന്തായാലും അങ്ങനെ ഒരു ഇതില്ല. എന്തായാലും അതിനൊരു ശാശ്വത പരിഹാരം കാണും. കാരണം ഈ ഇവരെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC നല്ല രീതിയിൽ പോകണം, പ്രൈവറ്റ് ബസ്സും നല്ല സ്വകാര്യ ബസ്സും ഇതിൽ പോകണമെന്നുള്ളൊരു ഇതായിരിക്കുള്ളൂ. അല്ലാണ്ട് ഒരു വിഭാഗം നശിച്ചടിയിലേക്ക് പോകണം, ഒരു വിഭാഗം ഉയർന്നു വരണം, അങ്ങനെ എന്തായാലും ഇവർ ഉണ്ടാക്കൂല. അത് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞതാണ്, അല്ലാണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഇതിലല്ല.